ഇങ്ങനൊരു ചോദ്യം ജീവിതത്തിൽ എപ്പോഴെങ്കിലും നാം കേട്ടിട്ടുണ്ടാവും. തലയ്ക്ക് മീതെ 100 പ്രശ്നങ്ങൾക്ക് നടുവിൽ പോകുമ്പോഴും ചെറുപുഞ്ചിരിയോടുകൂടെ സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു എന്ന് പറയുന്നവരാണ് നാം പലരും. അങ്ങനെയുള്ളവരുടെ ഒരു വാക്ക്. ബൈബിളിൽ ഇയ്യോബ് എന്നൊരു കഥാപാത്രമുണ്ട്. പിശാച് ദൈവത്തോട് ചൂതാട്ടം നടത്തുകയാണ്. അന്നേരം ദൈവം ഇയ്യോബിനെ പറ്റി ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. അവൻ നേരുള്ളവനും നിഷ്കളങ്കനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമാണ്. അവനെ പോലെ ഭൂമിയിൽ വേറെ ആരുമില്ല. അന്നേരം പിശാച് അവനെ പരീക്ഷിക്കുവാനായിട്ട് അനുവാദം ചോദിച്ചു വന്ന അവൻ്റെ സകലതും അവനിൽ നിന്ന് എടുത്തു കളയുകയും, രണ്ടാമത് സ്വന്തം ശരീരത്തിൽ പരിക്കൾ കൊണ്ട് നിറച്ച് സ്വന്തം ഭാര്യ പോലും അവനോട് ഈ ദൈവത്തെ എന്തിനാണ് സേവിക്കുന്നത് എന്ന് പറഞ്ഞ് അവനോട് പരിഹസിക്കുമ്പോൾ, അവനെ തള്ളിപ്പറയുവാനായിട്ട് പറയുമ്പോൾ, ദൈവത്തോട് പാപം ചെയ്യാതെ ദൈവത്തോട് ഉള്ള ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഇയ്യോബ്. അതായിരുന്നു ദൈവത്തിൻ്റെ കോൺഫിഡൻസ്. ദൈവം ഇയ്യോബിൽ കോൺഫിഡൻ്റ് ആയിരുന്നു. അവൻ ഒരിക്കലും എന്ത് സാഹചര്യത്തിലും ഏത് സാഹചര്യം വന്നാലും ഏത് പ്രശ്നത്തിൻ്റെ നടുവിൽ കൂടെ പോയാലും അവൻ എന്നെ തള്ളിപ്പറയത്തില്ല എന്നുള്ളത്. അതുപോലെ തന്നെ പുതിയ ഉടമ്പടിയിൽ പത്രോസ് എന്നൊരു കഥാപാത്രമുണ്ട്. പിശാച് ദൈവത്തോട് അനുവാദം ചോദിക്കുകയാണ്, ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് അവനെ എനിക്കൊന്ന് വിട്ടുതരണം. അപ്പോൾ യേശു പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കാരണം നിന്റെ വിശ്വാസം പോയി പോകും. നമ്മുടെ വിശ്വാസം പോയി പോകുന്ന ഒരു സാഹചര്യത്തിലും നമ്മെ അവൻ കടത്തിവിടത്തില്ല. പകരം പറയുന്നു, സഹിക്കുവാൻ കഴിയുന്നതിന് മീതെ പരീക്ഷിക്കപ്പെടാതിരിക്കേണ്ടതിന് പരീക്ഷയോടുകൂടി ഒരു പോക്കുവഴിയുണ്ട്, ഒരു വേ ഓഫ് എസ്കേപ്പ് അവൻ വച്ചിട്ടുണ്ട്. ഒരു രക്ഷപ്പെടാനൊരു മാർഗം കൂടെ അവൻ വച്ചിട്ടുണ്ട്. നാം ഏത് സാഹചര്യത്തിലും ഏത് പ്രശ്നത്തിലും ആയിക്കോട്ടെ, നമുക്ക് വേണ്ടി ഒരു പോക്കുവഴി, ഒരു രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ദൈവം വച്ചിട്ടുണ്ട്. നിങ്ങൾ അവിടെ എത്തുക തന്നെ ചെയ്യും, കാരണം ദൈവം വിശ്വസ്തനാണ്. നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ, നാം ആയിരിക്കുന്ന പ്രതിസന്ധിയിൽ, പ്രശ്നങ്ങളിൽ ദൈവം നമ്മെക്കുറിച്ച് കോൺഫിഡൻ്റ് ആണ്. അതുകൊണ്ടാണ് നാം അവിടെ ആയിരിക്കുന്നതും. ദൈവത്തിന് ഉറപ്പുണ്ട് നാം അവനെ തള്ളിപ്പറയത്തില്ല എന്നത്. നിങ്ങൾ അസാധാരണക്കാരാണ്. ഗോഡ് ബ്ലസ് യു.